ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് കിട്ടിയ സമയത്ത് എനിക്ക് തോന്നി എനിക്ക് സംസാരിക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ആരെയും പറ്റിയിട്ടല്ല, നമ്മുടെ ട്രിവാൻഡ്രം സബ് കളക്ടറായിട്ടുള്ള OP ആൽഫ്രഡ് സാറിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഗോപൻ സമാധി എന്ന് പറയുന്ന ആ ഒരു കേസിൽ ഗോപൻ സ്വാമിയിലും വീട്ടുകാരെക്കാട്ടിലും ട്രെൻഡിങ്ങിൽ വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ OP ആൽഫ്രഡ് സാർ. പല മെയിൻ സ്ട്രീം ചാനലുകളും പുള്ളിക്കാരൻ്റെ മുഖം വെച്ചിട്ട് TRP കൂട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഗേൾസ് സാറിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതേപോലെ പുള്ളിയുടെ പേരിൽ ഇൻസ്റ്റയിൽ പേജുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറേ പേജുകളുണ്ട്. അതിലൊരു പേജിൽ 26 ആയിട്ട് ഫോളോവേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു 2-3 വീക്സിനുള്ളിൽ നടക്കുന്നതാണെന്ന് ഓർക്കണം. ഒരു കളക്ടറിന് ഇത്രയും ഒരു ഫാൻ ബേസ് കിട്ടുന്നത് എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമാണ്. കളക്ടറിന് ഫാൻ ബേസ് കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. കാര്യം പുള്ളിയുടെ ഫെയിം അത്രത്തോളം എല്ലാവരിലും ഫെമിലിയർ ആകുകയാണ്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ നിമിഷം എനിക്ക് തോന്നുന്നൊരു സാധനം, OP ആൽഫ്രഡ് സാറിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇച്ചിരി അതിര് കടന്നുപോയി. പുള്ളിക്ക് പബ്ലിക്ലി ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹീസ് എ ബ്യൂറോക്രാറ്റ്, ഹീസ് നോട്ട് എൻ ആക്ടറോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് സെലിബ്രിറ്റിയോ ഒന്നുമല്ല. അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്പ്യൂട്ടഡ് ജോബിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നതായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് പലർക്കും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായി കാണും. കാര്യം കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നൊരു ന്യൂസും അത് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടറിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം January 25 നാഷണൽ വോട്ടേഴ്സ് ഡേ നടന്ന സമയത്ത് അതിൻ്റെ ഒരു ഇവൻറ്റ് ട്രിവാൻഡ്രത്ത് ഓർഗനൈസ് ചെയ്ത സമയത്ത് അതിൻ്റെ ഈ ഭാഗമായിട്ട് വന്ന കളക്ടറിൻ്റെ അടുത്ത് ഈ റിപ്പോർട്ടർ ചോദിക്കുന്നത് ഫാൻ ബേസിനെ പറ്റിയിട്ടാണ്. നമ്മളിപ്പം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തി ഏത് വെന്യൂവിലാണോ നിൽക്കുന്നത് അതുമായിട്ട് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം ചോദിക്കാൻ. അതല്ലാതെ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ല എടുത്ത് ചോദിക്കേണ്ടത്. വേറെ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കത് ചോദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഗവർണർ വരെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നിന്നിട്ട് ഫാൻ ബേസിനെ പറ്റി ചോദിക്കുന്നത് അതൊക്കെ ഇച്ചിരി കൂടുതലാണ്. എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിത് ആഡ് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഗേൾസിൻ്റെ കാര്യം, ഒത്തിരി പേരിങ്ങനെ കളക്ടറിൻ്റെ ക്രഷാണ്, സ്റ്റേറ്റ് ക്രഷാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ വരുന്നത് ഫേമസ് ആയിട്ടുമുണ്ട്. അതൊക്കെ നല്ല കാര്യം. അതൊരു പരിധി നമുക്കത് ഓക്കെ, അത് സെറ്റാണ്. കാര്യം ഒരു ക്രഷ് തോന്നുന്നതും ഒരാളോട് ആരാധന തോന്നുന്നതും വലിയ തെറ്റൊന്നുമല്ല. ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത് ചില സമയത്ത് അതിന് വിടുന്നുണ്ട്. പുള്ളി എന്ന് പറയുന്നത് ഒരു ആക്ടർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുള്ളി ഒരു റെപ്യൂട്ടഡ് ജോബിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹീസ് എ കളക്ടർ, IAS ഓഫീസറാണ്. സോ ഹി നീഡ്സ് സം റെസ്പെക്ട് ഗൈസ്. OP ആൽഫ്രഡ് സാർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും മീഡിയ TRPയുടെ പുറകെ പോകുമ്പോൾ അത് മറന്നു പോകും. ഞാൻ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, പുള്ളി ഒരു കളക്ടർ ആയതുകൊണ്ടാണ് ഗേൾസ് ഫുള്ള് പുള്ളിയുടെ പുറകെ പോകുന്നതെന്ന്. മേ ബി ആയിരിക്കാം. ഞാനൊരു എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുകയല്ല, ഒരു 99% മേ ബി IAS ഓഫീസർ എന്ന് പറയുന്ന ടാഗ് ലൈനിൻ്റെ പുറകെ ആയിരിക്കാം. അതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഹീസ് എൻ ആവറേജ് ഗൈ. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് എപ്പോഴേലും കണ്ടിട്ടുണ്ടാവാം, ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടാകുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ പുള്ളിയുടെ കളക്ടറായിട്ട് വന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ പുള്ളിയുടെ ആ പദവിയോടായിരിക്കാം ആ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക, ആ വ്യക്തിയോടായിരിക്കത്തില്ല. ഗേൾസ് പലരും പുള്ളിയുടെ പുറകെ നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. പിന്നെ ഇതൊക്കെ ഒരു രസമായിട്ട് നമ്മളത് എടുത്ത് വിടുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് അതിന് പോകുന്ന സമയത്ത് അത് ഫുൾ സ്റ്റോപ്പ് ഇടുക തന്നെ വേണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പൊതുവെ ഇത്തരത്തിൽ യങ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കളക്ടേഴ്സ് വരുന്നത് വളരെ കുറവാണ്. വരുന്നവരൊക്കെ അത്യാവശ്യം ഫേമസ് ആവാറുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴയ്ക്ക് ഉണ്ടായിരുന്നു കൃഷ്ണതേജ സാറ് ഇവിടെ കളക്ടർ മാമനായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പുള്ളി അത്യാവശ്യം നല്ല ഫേമസ് ആണ്, ഫെമിലിയറാണ് ഞങ്ങൾക്കിടയിൽ. പുള്ളി പോയ സമയത്ത് എനിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാര്യം ഹീസ് ജെനുവിൻ പേഴ്സണാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. അപ്പോൾ ആ ഒരു കളക്ടർ ഇവിടുന്ന് പോയ സമയത്ത് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെയുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടത്തിലേക്ക് വരുന്നത് വളരെ നല്ലതാണ്. കാര്യം എഫിഷ്യൻസി കൂടും. നമുക്കതനുസരിച്ചിട്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ കുറേ കാര്യങ്ങൾ ഇവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കളക്ടർ തന്നെയാണ്. അവർക്ക് അവരുടെ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് മെയിൻ സ്ട്രീം ചാനലാണെങ്കിലോ
ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി. ആ പുള്ളി വ്യക്തിക്ക് കൊടുക്കേണ്ട എന്ന് ഞാൻ പറയില്ല, ആ വ്യക്തിക്ക് കൊടുത്തില്ലെങ്കിലും ആ വ്യക്തി നിൽക്കുന്ന പൊസിഷന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കുക തന്നെ വേണം ഗൈസ്. എനിക്ക്